നിങ്ങളുടെ സുനന്ദയെ കൊണ്ട് ഒരു രക്ഷയില്ലാതായി. ഇന്ന് CI ശിവന്റെ കൂടെ കൂടി 3 ലോഡ് എന്റെ പിടിച്ചു. കാശും കുറെ പോയി കിട്ടി. സുനന്ദയെ എന്തായാലും ഒന്ന് നോക്കണം. വിളിക്കട്ടെ. എടാ നീ സുനന്ദേച്ചിനെ വെറുതെ വിട്ടേക്ക്. ഏറി വന്ന 2 മാസം 2 മാസത്തിനുള്ളിൽ തനി ഒതുങ്ങിക്കോളും. ഇത്തവണ ഇനി കാണും സീറ്റ് ഉറപ്പല്ലേ? ഞാൻ മെമ്പറായപ്പോ നീ മണലോ കടലോ എന്താന്ന് വെച്ചാ കടത്തിക്കോ. ഏത് സുനന്ദ ചോദിക്കാമെന്ന് എനിക്കത് കാണണമല്ലോ. കാണണല്ലോ. ചോദിക്ക് പറയാ. അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് 3 ലോഡ് വരുന്നുണ്ട്. ഞാൻ ഒന്ന് എസ്കോട്ട് പോയിച്ചും വരാം. മറ്റുള്ളവർ മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സുനന്ദ. ഒരു മുട്ടിന് ഒരു കൈസായം തന്നെ നീനാഘോഷിയെ പോലും ബ്ലോക്ക് ചെയ്ത്. നമുക്ക് അങ്ങോട്ട് തീർത്താലോ? ഞാൻ ഇത് തീർക്കുന്ന കാര്യം പറഞ്ഞു. അയ്യോടാ സുനന്ദക്ക് എന്നോട് സ്നേഹമില്ലെന്നും പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും? എടാ എന്റെ കൂടെ പുറപ്പായിപ്പോലടാ. കാര്യത്തോട് എടുക്കുമ്പോൾ നിങ്ങൾ ചാണ്ടി ചിഹ്നത്തില്ലെന്ന് ഇവിടെ ആർക്കറിയാത്ത ട്രൈ അവളെ പോലെ സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിൽ പൊട്ടിമുളിച്ചൊരു കൂണല്ല ഞാൻ. എന്റെ പ്രവർത്തന പാരമ്പര്യം നിനക്കറിയില്ലേ? ഫ്ലാഷ് ബാക്ക് കൊണ്ടുവരും. കുറച്ച് ക്ലീശയാണ് പക്ഷെ പോവേണ്ടി വരും. പണ്ട് കോളേജിൽ ഇതേത് വകുപ്പെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ തല്ലിവരുന്നും ഇന്ന് തല്ലാൻ ആരാ കളിക്കുന്നേ? ഹലോ ചേട്ടാ ഇത് കൂടി. ഇത് കൊണ്ടുവന്നേ. എന്താ ഇത്? ഇത് നമ്മുടെ എവിടെയാണല്ലോ. ഞാനാണ് ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി. വെറുതെ ഷോ കാണിക്കാൻ നിൽക്കരുത്. ഇമാരെ നീല കീർത്തുണി കെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ചെങ്കോട്ട അങ്ങനെ തന്നെ നിൽക്കും. ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി. ഇമാര് കെട്ടട്ടെ, എവിടം വരെ പോകുന്ന നോക്കാം. അയ്യോ പ്രിൻസിപ്പൽ തൽക്കാലം പിരിഞ്ഞു നോക്കൂ. കുഴപ്പമില്ല ചേച്ചി, കോളേജിൽ വെച്ച് ശരിയാവും. രാഷ്ട്രീയത്തിൽ തല്ലുകൊള്ളുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ നല്ലതാ, വളരും. നീ രാഷ്ട്രീയത്തിലേക്ക് വലതുകാലം വെച്ച് കയറി കഴിഞ്ഞു. വേണ്ട വേണ്ട, നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടത് ഈ രാഷ്ട്രീയം കാരണം. ഇനി നീ കൂടി അതിൽ പോണ്ട. ജീവിതമാണ്, മനസമാധാനമാണ് വലുത്. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. സമരമാണോടാ? കൊടിയേറ്റിയതിനായിരുന്നല്ലേ? ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിവിടെ തൂക്കിയിടുന്നല്ലേ അളിയാ? സുഖല്ലേ? ഭയങ്കര ഫാനാണ് ചേച്ചി. എന്തായിരുന്നു ചേച്ചി ഉണ്ട് അപ്പുറത്തെ അച്ഛനാണ്. ഓട്ടോഗ്രാഫ് തോന്നുന്നു ചേച്ചി. തൽക്കാലം സുരേഷ് ഊത്തും PP ആയിട്ട് വീട്ടിലിരിക്കണം. നോക്കാം, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം.
വീതം കൊണ്ട് ഗ്രൂപ്പ് വെച്ച് ഔട്ടാക്കിയതാ. ഇപ്പൊ അവന്റെ മകൻ എന്റെ മകളുടെ പുറകെ കൂടിയിരിക്കുക. നീ വിടാ. ആ പട്ടിയെ പാർട്ടിയിൽ ഒന്നും സമ്മതിക്കില്ലേ? നോക്കിക്കോ. പോടാ. ഒന്നും സമ്മതിക്കില്ലേ? ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അലക്സിന്റെ ഗുണ്ടകൾ വീട്ടിലോട്ട് നാടൻ പോകാൻ പറഞ്ഞു. അതിലമ്മ പോയി. ഗാന്ധിയനാണല്ലോ അച്ഛൻ. അതുകൊണ്ട് അത് ചെയ്തവരോടൊക്കെ പുറത്ത്. LDPയുടെ കോട്ടയിൽ അച്ഛൻ പ്രസിഡന്റായി. കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അച്ഛനെ അവൻ പിന്നെയും അലക്സ് പണിയാൻ തുടങ്ങി. അയാളും ഗുണപാലും ആ പുഷ്കരനും കൂടി അയാളും കൂടി അച്ഛനെ വിജയിച്ച് കുടിക്കും. അച്ഛന് പകരം ഞാൻ എന്നുള്ള ഫോമിൽ അവർ അംഗീകരിച്ചില്ല. അറിയാലോ പണിയെടുക്കുന്നു. അതിന് പകരം രാഷ്ട്രീയത്തിന് തെക്കും വടക്കറിയാത്ത അച്യുനന്ദനെ വെച്ച് അവൾ ആ സീറ്റിൽ കയറി പിടിച്ചിരുന്നിട്ട് എനിക്കിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം. എല്ലാരും കൂടി ഇന്നലെ ഇതേ കഥ തന്നെ, മിനിഞ്ഞാന്ന് ഇതേ കഥ തന്നെ, വർഷങ്ങളായി ഇതേ കഥ തന്നെ. നിന്റെ കഥ എൻ്റെ വിധി. പണിയണം.